നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ ഉപദേശം. സനാതനധർമ്മം പിന്തുടരുന്നവർ പൊതുവെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ചൊല്ലാറുള്ളൊരു ശ്ലോകമുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. യജ്ഞത്തിൽ ഏതു വസ്തു കൊണ്ട് ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്നുവോ അത് ബ്രഹ്മമാണ്. ഹോമദ്രവ്യങ്ങൾ ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മമാകുന്ന യജ്ഞകർത്താവിനാൽ ഹോമിക്കപ്പെടുന്നു. യജ്ഞകർമ്മവും ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന യജ്ഞകർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവനാൽ എത്തിച്ചേരേണ്ടതും ബ്രഹ്മം തന്നെ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വളരെ നിഷ്കർഷതയോടെ അമ്മ മക്കളെ കൊണ്ട് ഈ ശ്ലോകം ചൊല്ലിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യമേറുന്നു. മന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് വേണ്ട രീതിയിൽ മനനം ചെയ്താൽ സംസാരസാഗരം തരണം ചെയ്യാൻ വരെ ഈ ശ്ലോകം ഉപകരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ഏതു കർമ്മവും ഈശ്വര പൂജയാക്കി മാറ്റണമെന്ന് അമ്മ തരുന്നൊരു ഉപദേശമുണ്ടല്ലോ. സത്യത്തിൽ അമ്മയുടെ ഈ ഉപദേശം തന്നെയാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഉന്മേഷത്തോടെ, ഇഷ്ടത്തോടെ, ആവേശത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തേതാണല്ലോ ഭക്ഷണം കഴിക്കൽ എന്ന കർമ്മം. അതുതന്നെ ഒരു പൂജയാക്കി മാറ്റിയാൽ, യജ്ഞമാക്കി മാറ്റിയാൽ അത് ആധ്യാത്മികമായി ഫലപ്രദമായ ഒരു സാധനയായി മാറുന്നു. ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയെ നമുക്കൊരു യജ്ഞത്തോട് ഉപമിക്കാം. യജ്ഞകുണ്ഡത്തിൽ പലതരത്തിലുള്ള ഹവിസുകൾ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യജ്ഞം ചെയ്യുന്ന വ്യക്തിയും ദേവനും ഇടയ്ക്കുള്ള മധ്യവർത്തിയാണ് അഗ്നി എന്നാണ് വിശ്വാസം. ഒരു പ്രത്യേക ദേവനെ ഉദ്ദേശിച്ച് അർപ്പിക്കപ്പെടുന്ന ഹവിസിനെ ദഹിപ്പിച്ച് അതിൻ്റെ സൂക്ഷ്മാംശം അതാത് ദേവതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അഗ്നിക്കുള്ളത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് ഉള്ളിലുള്ള ഡൈജസ്റ്റീവ് ഫയർ എന്ന് ആധുനിക ശാസ്ത്രം വിളിക്കുന്ന ജഠരാഗ്നിയാണ്. അങ്ങനെ ദഹിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മാംശമാണ് രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ജഠരാഗ്നിയിൽ ഹവിസ് അർപ്പിക്കുന്നതായി ഭാവന ചെയ്താൽ അതൊരു ആധ്യാത്മിക സാധനയായി മാറുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കർമ്മവും ഒരു പൂജയായി മാറുന്നു. മാത്രമല്ല, ഈ ഭാവനയുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണത്തിലും നമ്മൾ ജാഗ്രത പാലിക്കും. നിലവാരമില്ലാത്ത വസ്തുക്കൾ നമ്മൾ ഒരിക്കലും ഹോമകുണ്ഡത്തിൽ അർപ്പിക്കാറില്ലല്ലോ. കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശമാണ് മനസ്സാകുന്നതെന്ന് നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. നാക്കിൻ്റെ രുചിയെ മാത്രം മുൻനിർത്തിയുള്ള ഇന്നത്തെ ഭക്ഷണ രീതി ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ദുഷിപ്പിക്കുന്നു. ആഹാരത്തിൻ്റെ ശുദ്ധിയാണ് ചിത്തത്തിൻ്റെ ശുദ്ധി എന്ന് പറയാറുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും നമ്മുടെ ചിന്തകളെയും ഒരു വലിയ അളവ് വരെ നിയന്ത്രിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. സാത്വികവും രാജസവും താമസവുമായ ഭക്ഷണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നു. ആഹാരം എന്ന ശബ്ദത്തിന് വിപുലമായ അർത്ഥമാണുള്ളത്. വായിലൂടെ അകത്തു പോകുന്നത് മാത്രമല്ല ആഹാരം, ഉള്ളിലേക്ക് പോകുന്നതെല്ലാം ആഹാരം തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഉള്ളിലേക്ക് ആഹരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആഹാരം തന്നെയാണ്. രുചിക്കുന്നത് മാത്രമല്ല, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം ആഹാരമാണ്. വായിലൂടെ കഴിക്കുന്ന അന്നം ഭൗതിക ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നുവെങ്കിൽ മറ്റു ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് നമ്മുടെ അന്ധകരണത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഭാഗമായി മാറുന്നു. അന്നം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുമ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ ആഹരിക്കുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്വഭാവം നിശ്ചയിക്കുന്നു. ഈ തത്വം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒന്നിൻ്റെയും കാര്യത്തിൽ അശ്രദ്ധ കാണിക്കാൻ കഴിയില്ല. അന്നമാണെങ്കിലും കാണുന്നതും കേൾക്കുന്നതും മറ്റുമാണെങ്കിലും
ഇന്ന് നമ്മൾ വായിലൂടെ കഴിക്കുന്ന ആഹാരവും ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന ആഹാരവും ഒരുപോലെ കലുഷിതമാണ്. ഇതിൻ്റെ പരിണത ഫലങ്ങളാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അദ്വൈത ദർശനത്തിൻ്റെ മർമ്മപ്രധാനമായ തത്വങ്ങളാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമ്മ പറയാറുണ്ടല്ലോ, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ് എന്ന്. അദ്വൈതമാണ് പരമമായ സത്യമെന്നും അമ്മ പറയാറുണ്ട്. എല്ലാം ഈശ്വരമയമായി കാണാനാണ് അമ്മ നമ്മെ ഉപദേശിക്കുന്നത്. ഇതേ ആശയം അർപ്പണമെന്ന കർമ്മം ഈശ്വരനാണ്. അർപ്പിക്കപ്പെടുന്ന ഹവിസ് ഈശ്വരനാണ്. ഹവിസ് അർപ്പിക്കുന്ന ഹോതാവ് ഈശ്വരനാണ്. ഹവിസിനെ ദഹിപ്പിക്കുന്ന അഗ്നിയും ഈശ്വരനാണ് എന്ന്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് സാരം. ഹരി ഓം നമഃ ശിവായ.